ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പോൾ കുറച്ച് പേരെല്ലാം പഠിച്ചു കഴിഞ്ഞു, കുറച്ച് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ വെബ് ഹോസ്റ്റിംഗ് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 7 വെബ് ഹോസ്റ്റിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നിങ്ങളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മാത്രമാണ് അത് ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? മറ്റുള്ളവർക്ക് അത് കാണണമെങ്കിൽ അത് ഹോസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടറിലിരുന്ന് ഈ ലോകത്തിലുള്ള പല വെബ്സൈറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് ആവട്ടെ, ആ ഹോസ്പിറ്റലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് വരുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്ടറിന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതായത് ആ വെബ്സൈറ്റ് ഒരു സെർവറിൽ ഹോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ വെബ് ഹോസ്റ്റിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ഡെഫിനിഷൻ കൂടി നമുക്ക് പഠിക്കാം. Web hosting is a service of providing storage space in a web server to serve files for a website to be made available on the internet. അതായത് നമുക്കൊരു വെബ്സൈറ്റ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ വെബ്സൈറ്റ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം അല്ലേ? അങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർവീസിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വെബ് ഹോസ്റ്റിംഗ് ഇസ് എ സർവീസ് ഓഫ് പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവർ to serve files for a website to be made available on the internet. The companies that provide web hosting services are called web hosters. അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെ നമ്മൾ എന്താ പറയുന്നത്? വെബ് ഹോസ്റ്റേഴ്സ്. ഇനി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഇപ്പോൾ വെബ് ഹോസ്റ്റിംഗ് എത്ര തരത്തിലാണ് ഉള്ളത്? പ്രധാനമായിട്ട് 3 നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഷെയർഡ് ഹോസ്റ്റിംഗ്, second one is dedicated hosting and third one is virtual private server അഥവാ VPS. അപ്പോൾ ഇത് പഠിക്കുന്ന ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ടോപ്പിക്സ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. അതായത് എത്ര ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണുള്ളത്? മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഷെയർഡ് ഹോസ്റ്റിംഗ്, സെക്കൻഡ് വൺ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, നെക്സ്റ്റ് വൺ വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ലൈബ്രറി സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈബ്രറി സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ്, എൻറ്റയർ വെബ് ബിൽഡിങ്ങിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ആ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു സെർവറായിട്ട് എടുക്കാം. ഈ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ലൈബ്രറി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഷെയർഡ് സെർവറായിട്ട് എടുക്കാം. ഈ ലൈബ്രറിയിൽ ഓരോ ബുക്ക് ഷെൽഫ്സ് ഉണ്ട്, അതിനൊരു വെബ്സൈറ്റ് സ്പേസ് ആയിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ, +1 സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷെൽഫ് ഉണ്ടാവാം, അല്ലെങ്കിൽ +2 സ്റ്റുഡൻസിന് വേണ്ടി, ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി, അതായത് ഓരോ പർട്ടിക്കുലർ യൂസേഴ്സിന് വേണ്ടിയും സെപ്പറേറ്റ് ബുക്ക് ഷെൽഫ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം? വെബ്സൈറ്റ് സ്പേസ്. നമ്മുടെ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് സ്പേസ് അവിടെ ആ ലൈബ്രറി ആ ഷെയർഡ് സെർവറിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഷെയർഡ് റിസോഴ്സസ്. ഇപ്പോൾ ലൈബ്രറി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അവിടെ യൂസ് ചെയ്യുന്ന ഷെയർഡ് റിസോഴ്സസ് എന്തായിരിക്കും? മെയിൻലി എന്താ? ബുക്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഒരാൾ ഉപയോഗിച്ച ബുക്ക് തിരിച്ചവിടെ കൊണ്ടുപോയി വെക്കുമ്പോഴായിരിക്കും അടുത്ത ആൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരേ ടൈപ്പുള്ള അല്ലെങ്കിൽ ഒരേ ഓതറിൻ്റെ സെയിം ബുക്സ് ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഓരോ ആർക്കും ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബുക്ക് ഏതാണോ നമ്മൾ ആ ബുക്സ് അവിടെ എടുക്കുന്നു, നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ ആ ബുക്കോട് തിരിച്ചു വെക്കുന്നു. ഈ രീതിയിലാണ് നമ്മുടെ ലൈബ്രറി സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഷെയർഡ് ഹോസ്റ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്താൽ, ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ എന്തൊക്കെയാണ് റിസോഴ്സസ് ഷെയർ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഈ ബുക്സ് ഷെയർ ചെയ്യുന്നത് പോലെ അവിടെ CPU RAM, ഇത് രണ്ടുമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അടുത്തത് ലൈബ്രറിയൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലൈബ്രറിയിൽ ഒരു ലൈബ്രറിയനുണ്ട്. അദ്ദേഹമായിരിക്കും ലൈബ്രറിയിലെ ബുക്സിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഒരു കുട്ടി വന്ന് ഒത്തിരി ബുക്സ് എടുക്കുന്നു. ഒത്തിരി ബുക്സ് എടുക്കുമ്പോൾ ഈ ബുക്സ് എല്ലാം എൻ്റർ ചെയ്യാനും ഡീറ്റെയിൽസിന് വേണ്ടി അദ്ദേഹം കുറേ സമയം എടുത്തു കഴിഞ്ഞാൽ അടുത്ത കുട്ടി വരുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾക്ക് ഈ കുട്ടിയുടെ ബുക്സ് എല്ലാം കൊടുത്തു കഴിയുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതിൻ്റെ ഷെയർഡ് ഹോസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വെബ്സൈറ്റ് ഒത്തിരി ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി റിസോഴ്സസ് CPU RAM അങ്ങനെയുള്ള ഒത്തിരി റിസോഴ്സസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് മറ്റ് വെബ്സൈറ്റിനെ, ഈ ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ടാവും. ഒരു വെബ്സൈറ്റ് തന്നെ ഒത്തിരി റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ അത് മറ്റ് വെബ്സൈറ്റിനെ സ്ലോ ചെയ്യാനായിട്ട്, മറ്റ് വെബ്സൈറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളെ
കുറച്ച് സ്ലോ ചെയ്യും. അപ്പോൾ ഇതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായിട്ട് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്താണെന്നുള്ള ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ്. It is referred as shared hosting because many different websites are stored on a single web server and they share resources like RAM and CPU. മനസ്സിലായല്ലോ? അതായത് ഇവിടെ ഒന്നിലധികം വെബ്സൈറ്റ് ആണ് ഒരു സിംഗിൾ വെബ് സെർവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് റാം, CPU അങ്ങനെയുള്ള റിസോഴ്സസ് എല്ലാം ഒരു കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നു. ദ ഫീച്ചർ അവൈലബിൾ ഓൺ ഷെയർഡ് വെബ് സെർവേഴ്സ് ആർ ജനറലി ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ ടു സ്യൂട്ട് എ വെബ്സൈറ്റ് ദാറ്റ് റിക്വയർസ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ലൈക്ക് ഹൈ ബാൻഡ്വിഡ്ത്ത്, ലാർജ് സ്റ്റോറേജ് സ്പേസ് എക്സെട്ര. മനസ്സിലായല്ലോ? അതായത് ഒരു വെബ്സൈറ്റിന് ഒത്തിരി ഹൈ ബാൻഡ്വിഡ്ത്ത് വേണം, ലാർജ് സ്റ്റോറേജ് സ്പേസ് വേണം. അപ്പം ഇങ്ങനെയുള്ള വെബ്സൈറ്റിനൊന്നും ഷെയർഡ് ഹോസ്റ്റിംഗ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ സ്യൂട്ടബിൾ അല്ല. കാരണം എന്താ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരാൾ ബാൻഡ്വിഡ്ത്ത് ഒത്തിരി യൂസ് ചെയ്യുമ്പോൾ അടുത്ത ആൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഒരാൾ ഒത്തിരി സ്പേസ് യൂസ് ചെയ്യുമ്പോൾ മറ്റ് വെബ്സൈറ്റ്സിന് അതിനുള്ള സ്റ്റോറേജ് സ്പേസ് കുറച്ച് കുറവാണ് കിട്ടുന്നത്. അപ്പം ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആവശ്യമുള്ള ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ച് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ദേ ആർ ചീപ്പർ ആൻഡ് ഈസി ടു യൂസ്. വളരെ ചീപ്പറാണ്, അതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എ ഡ്രോബാക്ക് ഈസ് ദാറ്റ് സിൻസ് ദ ബാൻഡ്വിഡ്ത്ത് ഈസ് ഷെയർഡ് ബൈ സെവറൽ വെബ്സൈറ്റ്, ഒന്നിലധികം വെബ്സൈറ്റ് ആണ് ഈ ബാൻഡ്വിഡ്ത്ത് ഷെയർ ചെയ്യുന്നത്. ഇഫ് എനി ഓഫ് ദിസ് ഹാസ് എ ലാർജ് വോളിയം ഓഫ് ട്രാഫിക്, ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് ഒത്തിരി ട്രാഫിക്, അതായത് ഒരു വെബ്സൈറ്റ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, it will slow down all other website hosted in the shared server. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? മറ്റ് വെബ്സൈറ്റ്, ഈ സെർവറിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റ് വെബ്സൈറ്റിൻ്റെ പ്രവർത്തനത്തെ അത് സ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു ലൈബ്രറിയുടെ സിസ്റ്റം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, അതുമായി ബന്ധപ്പെടുത്തി ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. ആയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് നമുക്ക് ഷെയർഡ് ഹോസ്റ്റിങ്ങുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു യൂബർ ടാക്സി, അതായത് നിങ്ങളൊരു ഷെയർ ടാക്സി വിളിക്കുക എന്ന് വിചാരിക്കുക. ഷെയർ ചെയ്തിട്ട് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ആ ടാക്സിയിൽ ആരൊക്കെ ഉണ്ടോ? നിങ്ങൾ മാത്രമാണ് ഉണ്ടാവുക? ഇല്ല. ആ ഷെയർ ചെയ്ത് ആ സമയം യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാം ആ ടാക്സിയിൽ ഉണ്ടാവും. ആ ടാക്സിയിൽ ഒരു വൈഫൈ ഉണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുക, അല്ലേ? അതേസമയം നിങ്ങളൊരു പ്രൈവറ്റ് ടാക്സിയാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ആ കാർ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് സെർവറാണ്, പ്രൈവറ്റ് ആണ്, അല്ലേ? അതിൽ റിസോഴ്സസ് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. കംപ്ലീറ്റ്ലി ആ കാർ ഓടിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഏതാണോ ആ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ആ കാറിനുള്ള വൈഫൈ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഓണറിനായിരിക്കും. അതായത് ആ പ്രൈവറ്റ് ടാക്സി വിളിക്കുന്ന ഓണറിനായിരിക്കും ഫുൾ കൺട്രോൾ. അപ്പോൾ ഇതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Dedicated web hosting is the hosting where the client leases the entire web server and all its resources. അതായത് ക്ലയൻറ്റ് ഒരു വെബ് സെർവറും അതിൻ്റെ റിസോഴ്സസ് എല്ലാം എടുക്കുന്നതിനെയാണ് ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ വെബ് സെർവർ ഈസ് നോട്ട് ഷെയർഡ് വിത്ത് എനി അതർ വെബ്സൈറ്റ്. മറ്റൊരു വെബ്സൈറ്റായിട്ടൊന്നും ആ വെബ് സെർവർ അവിടെ ഷെയർ ചെയ്യുന്നില്ല. അടുത്തത് എന്താ? ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചിരിക്കുക. വെബ്സൈറ്റ്സ് ഓഫ് ലാർജ് ഓർഗനൈസേഷൻസ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എക്സെട്ര. അതായത് വലിയ ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ്, അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വെബ്സൈറ്റ് എല്ലാം ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് പ്രൊവൈഡ് ഗ്യാരണ്ടീഡ് പെർഫോമൻസ് ബട്ട് ദേ ആർ റിയലി എക്സ്പെൻസീവ്. ഗ്യാരണ്ടീഡ് പെർഫോമൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്. അടുത്തതാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ അഥവാ VPS. അപ്പോൾ VPS പഠിക്കാനായിട്ട് നമുക്കൊരു ഫ്ലാറ്റ് സമുച്ചയം അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കാം. ഓക്കെ, ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി ഫ്ലാറ്റ് ഉണ്ടാവും, അല്ലേ? ഈ ഓരോ ഫ്ലാറ്റും ഇപ്പോൾ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ലിവിംഗ് റൂം ഈ ഒരു രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യാൻ താല്പര്യം. മറ്റൊരാൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്യാൻ താല്പര്യം. അതായത് ഓരോ യൂസേഴ്സും അല്ലെങ്കിൽ ഓരോ ഓണേഴ്സും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവരവരുടെ ആ ഫ്ലാറ്റ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലേ? അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അതായത് ഒരു എൻറ്റയർ ഫ്ലാറ്റ് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓരോ ഫ്ലാറ്റും അവർക്ക് ഓരോ ഓണേഴ്സിന് ഇഷ്ടമുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ അഥവാ VPS എന്നതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. വിർച്വൽ പ്രൈവറ്റ് സെർവർ or VPS is a physical server that is virtually partitioned into several servers using virtualization technology. അതായത് ഒരു ഒറ്റ സെർവറേ ഉള്ളൂ, ഫിസിക്കൽ സെർവർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതായത് ഒരൊറ്റ ബിൽഡിംഗ് അല്ലേ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ, ഒരൊറ്റ ബിൽഡിങ്ങേ ഉള്ളൂ, പക്ഷെ അതിൽ ഒന്നിലധികം ഫ്ലാറ്റും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫിസിക്കൽ സെർവറിനെ
വെർച്വലി ഒന്നിലധികം സെർവേഴ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. വെർച്വലൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ വെർച്വൽ പ്രൈവറ്റ് സെർവർ അഥവാ VPS എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചിരിക്കുക. ഏതൊക്കെയാണ് ഇതിൽ വരുന്ന എക്സാമ്പിൾസ്? VMware, വിർച്വൽ ബോക്സ്, ഫ്രീ VPS, യൂസർ മോഡ് ലിനക്സ്, മൈക്രോസോഫ്റ്റ് ഹൈപ്പർ-V എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചു? ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, VPS ഹോസ്റ്റിംഗ്. അപ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗിന് ഒരു ഫിസിക്കൽ വെബ് സെർവർ ഉണ്ട്. ഫിസിക്കൽ വെബ് സെർവർ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റിസോഴ്സസ് എല്ലാം ഒന്നിലധികം സെവറൽ വെബ്സൈറ്റ് ആണ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. അതായത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ടാക്സിയുടെ കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരാം. അവിടെ ഒരു ഫിസിക്കൽ വെബ് സെർവർ ഉണ്ട്. അവിടെ റിസോഴ്സസ് എല്ലാം ഒരു സിംഗിൾ വെബ്സൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും, കുറച്ചും കൂടി ഗ്യാരണ്ടീഡ് സർവീസ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പയർഡ് ടു ഷെയർഡ് ഹോസ്റ്റിംഗ്. അടുത്തത് VPS ഹോസ്റ്റിംഗ്, അതായത് വിർച്വൽ പ്രൈവറ്റ് സെക്ടർ ഹോസ്റ്റിംഗ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഫിസിക്കൽ വെബ് സെർവർ ഉണ്ടാവും. ഡിഫറെൻറ്റ് VPS ആയിട്ട് വിർച്വലൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ വെബ്സൈറ്റിനും ഓരോ VPS യൂസ് ചെയ്യും. അതായത് ഒരു ഫ്ലാറ്റ് സമുച്ചയം എടുത്തു കഴിഞ്ഞാൽ ഓരോ ഫ്ലാറ്റും അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ലിവിംഗ് റൂം സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ഈ ഫിസിക്കൽ വെബ് സെർവറിനെ VPS ഒരു ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് പോലെ തന്നെ VPS ഹോസ്റ്റിംഗ് അവിടെ ആക്ട് ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച മെയിൻ പോയിന്റ്സ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ്. പിന്നെ വെബ് ഹോസ്റ്റിംഗിന്റെ ഡെഫിനിഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണിത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒപ്പം അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് എക്സാമിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്